ഹലോ. അങ്ങനെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്ന രാത്രിയിലാണ്. അമ്പാടിക്കുട്ടൻ മഴയൊക്കെ ആസ്വദിച്ചിങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ആനന്ദൻ മോൻ വന്നു. അമ്മയ്ക്കും മകനും വേറെ പ്ലാൻസ് ഉള്ളതുകൊണ്ട് അമ്പാടിയെ കൊച്ചിയിൽ ഡ്രോപ്പ് ചെയ്യും. ഇടയ്ക്കൊരു ചായ കുടിക്കാൻ ചായപ്പന്തലിൽ അനന്തം മാത്രമല്ല ശ്രീജിത്തോട് കൂടെ. നല്ല മഴയായതുകൊണ്ട് അപ്പൂട്ടൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് വെളുപ്പിന് നമ്മൾ വിടും. ഏത് പള്ളിയായത്? ചെറിയൊരു തിരുത്തുണ്ട്. അവർ ലേഡി ഓഫ് മേഴ്സി ചർച്ചാണ്. കാരുണ്യമാതാ പള്ളി. 24 hours ഗേറ്റ് ഓപ്പൺ ആണ്, ആർക്കും പാർക്ക് ചെയ്യാം. പോർട്ടബിൾ AC, നിറങ്ങളുടെ ലോകത്ത് അപ്പൂട്ടൻ. അങ്ങനെ ഒരു 3 മണിക്കൂർ ഉറക്കം കഴിഞ്ഞ് അപ്പൂട്ടനോട് ബായ് പറഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടു. എങ്ങോട്ടാന്നല്ലേ? ഒരു കാപ്പി കുടിച്ചിട്ട് പറയാം. കോഫി മധുരം കുറച്ച്. ഞങ്ങൾ പോകുന്നത് എനിക്കൊരുപാട് ഓർമ്മകളുള്ള കൊടൈക്കനാലിലേക്കാണ്. അനന്തനും ശ്രീജിത്തും കൂടെ ഉണ്ടെങ്കിലും ഞാൻ മിസ് ചെയ്യുന്ന ഒരാളുണ്ട്. എൻ്റെ കൂടെ കൊടൈക്കനാലിലുണ്ടായിരുന്ന രോഹിത്. ചക്ക നല്ല ബിസി ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. മറ്റൊരിക്കൽ പരിചയപ്പെടുത്താം. അങ്ങനെ പെരിയാറിൻ്റെ തീരത്തോടെ നേര്യമംഗലം KCB പവർ സ്റ്റേഷനിലെത്തി. പനംകുട്ടി പാലമാണ് ഇത്. പൂപ്പാറയിൽ നിന്നും ബോധിമേട്ടിലേക്കുള്ള റൂട്ട് സൂപ്പറാണ്. അതുകൊണ്ട് നൈസായിട്ട് ഡ്രൈവിങ് ഞാനിങ്ങ് ഏറ്റെടുത്തു. അങ്ങനെ തമിഴ്നാട്ടിൽ കയറിയ പാടെ ഒരു കരിക്കങ്ങട് കാച്ചി. മംഗലശ്ശേരി നീലകണ്ഠനെ ഓർമ്മ വന്നെങ്കിലും സമയമായിട്ടില്ല. ഇനിയൊരു തമിഴ്നാട് കാപ്പിയാവാം. അങ്ങനെ വത്തലകുണ്ടിൽ നിന്ന് കൊടൈക്കനാൽ റൂട്ടിലേക്ക് കയറി. കോട കണ്ട് തുടങ്ങി. റേഡിയോ ജീവിതത്തിലെ ഒരു ബ്രേക്കിൽ ദുബായിലേക്ക് വരുന്നതിന് മുമ്പ് ഈ റിസോർട്ട് കമ്മീഷനിങ്ങിൻ്റെ ഭാഗമായിരുന്നു ഞാനും ഒപ്പം രോഹിത്തും. റിനോവേഷൻ്റെ ഭാഗമായിട്ട് താൽക്കാലികമായി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. 2014 ശേഷം ഇന്ന് കൊടൈക്കനാലിലേക്ക് വന്നത് ഇവിടെ ഒന്ന് കാണാൻ വേണ്ടി തന്നെ. ഇമോഷണലി അത്ര അറ്റാച്ച്ഡാണ് ഈ സ്ഥലവുമായിട്ട്. ഇത് ഞങ്ങൾ മേക്ക് മൈ ട്രിപ്പിലൂടെ ബുക്ക് ചെയ്ത A-Frame ഹോം സ്റ്റേ. വ്യൂ കൊള്ളാം, പക്ഷേ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല, തീരെ വൃത്തിയില്ല. നല്ല ബോർ സർവീസും മേക്ക് മൈ ട്രിപ്പിൽ പറയുന്ന അമ്യൂണിറ്റീസും ഇല്ല. ആൻഡ് ടു എക്സ്പെൻസീവ്. സോ വിളിച്ചുറപ്പ് വരുത്തിയിട്ട് ബുക്ക് ചെയ്യാം. പിന്നീട് വൺ ഓഫ് ദ ഗ്രേറ്റ് ഇന്ത്യൻ മ്യൂസിഷ്യൻ്റെ പേരുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങി. വൻ പരാജയം. ഇത് പൊളിച്ചു. ദുബായിയെ ഓർമ്മപ്പെടുത്തി. രാത്രിയിലെ ഭക്ഷണം കലക്കി. മൂഞ്ചിക്കൽ എന്ന സ്ഥലത്തെ ഡാർലിംഗ് റെസ്റ്റോറൻറ്റ്. സ്ഥലപ്പേര് പോലല്ല, ഉഗ്രം ഫുഡായിരുന്നു. ഡീറ്റെയിൽഡ് റിവ്യൂ ഉടൻ ഉണ്ടാവും. പിറ്റേന്ന് രാവിലെ ഫുഡ് അടിച്ച് ഒരു സ്വീറ്റ് ബീഡൻ ചവച്ച് നേരെ പ്രശസ്തമായ കൊടൈക്കനാൽ ആർട്ടിഫിഷ്യൽ ലേക്കിലേക്ക്. അത്യാവശ്യം മാറ്റങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഈ സ്പ്രിംഗ്ലർ. അങ്ങനെ കൊടൈക്കനാലിനോട് ബൈ പറഞ്ഞ് ഞങ്ങൾ കേരളം പിടിച്ചു. നമ്മുടെ ചങ്ങനാശ്ശേരിയിലും എത്തി. ഓരോ നാരങ്ങകളും അങ്ങോട്ട് കാച്ചി ഞങ്ങൾ ബൈ പറഞ്ഞു.